ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. ഒരു വർഷത്തിൻ്റെ അവസാന മാസമായ ഡിസംബർ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റോറിയുടെ മോസ്റ്റ് പവർഫുൾ ട്വിസ്റ്റിംഗ് മന്താണ്. ഈ ഒരു വർഷ അവസാനം നിങ്ങൾക്ക് കരിയറിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ക്ലാരിറ്റി എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി ഈ റീഡിങ്ങുമായി റെസൊണേറ്റ് ചെയ്യുകയുള്ളൂ. ഡിസംബർ മാസം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എഴുതുന്ന സ്റ്റോറി എന്താണ്? വന്നിരിക്കുന്ന കാർഡുകൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്നത് റീസെറ്റിംഗ് എനർജി, അതുപോലെ തന്നെ റീറൈറ്റിംഗ് എനർജി. അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്ന അല്ലെങ്കിൽ സ്റ്റക്ക് എനർജിയിലായിരുന്ന നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ അത് മൂവ്മെൻറ്റിലേക്ക് പോകുന്നു. നിങ്ങളുടെ കരിയറിലും റിലേഷൻഷിപ്പിലും നീണ്ട നാളുകളായി കുടുങ്ങിക്കിടന്നിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ എനർജി ഈ ഒരു മാസം മാറി തുടങ്ങുന്ന വൈബാണ് ഈ കാർഡുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു മാസം അവസാനമാകുമ്പോഴേക്കും നിങ്ങളൊരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയർ എനർജിയാണ്. 10 ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് സോഡ്സ്, പേജ് ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ്. ഫസ്റ്റ് കാർഡ് 10 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വെൽത്ത്, സ്റ്റെബിലിറ്റി, ലോങ് ടേം സക്സസ്, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. കരിയറിൽ നിങ്ങൾ അത്യധ്വാനം ചെയ്ത ഒരു വർക്ക് അത് ഒരു സ്റ്റക്ക് മോഡിലായിരുന്നു എങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നു. അതുപോലെ തന്നെ വളർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു കാഴ്ച. നിങ്ങളുടെ ഫിനാൻസിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ എഫേർട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാതെ കാണാതെ കിടന്നിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം തന്നെ ഈ ഡിസംബർ മാസം ഒരു മാറ്റം വരാൻ പോകുന്നു. അതായത് നിങ്ങൾക്കൊരു സേഫ് പ്ലാറ്റ്ഫോം ലഭിക്കാൻ പോകുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 6 ഓഫ് സോഡ്സ് കാർഡ് പറയുന്നത് ഒരു ട്രാൻസിഷൻ എനർജിയാണ്. മൂവിങ് അവേ ഫ്രം ഡിഫിക്കൽറ്റി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് മെൻ്റൽ പ്രഷർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, ജോബ് അൺസർട്ടനിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, ഡിസിഷൻ എല്ലാം തന്നെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്ലോലി ഒരു കാമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയും അവിടെ നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില ക്ലാരിറ്റി തരികയും ചെയ്യുന്നു എന്ന് കാണുന്നു. കരിയറിന് പുറകെ നിങ്ങൾ നീണ്ട യാത്ര നടത്തിയിരുന്നു എങ്കിൽ ഒരു ട്രാവലറിനെ പോലെ നിങ്ങൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ പോകുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് സോഡ്സ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ ഐഡിയാസ്, പുതിയ പ്രോജക്ട്സ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ എല്ലാം തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. നിങ്ങൾ ചിലപ്പോൾ പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളായിരിക്കാം. പുതിയ ജോലികൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഡ്രൈവിലായിരിക്കാം. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്പാർക്ക്, എക്സാമിനേഷൻസ്, ഇന്റർവ്യൂ റിലേറ്റഡ് ബൂസ്റ്റ് എല്ലാം തന്നെ ഈ ഒരു മാസം ലഭിക്കുന്നു. ഡിസംബർ മാസം എന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു റീസ്റ്റാർട്ട് ബട്ടനാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഒരു തോന്നൽ വരുന്നു, എനിക്ക് ഇതും കൂടി ചെയ്യാം, ഇതെന്തുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തില്ല എന്നൊരു എനർജി നിങ്ങൾക്ക് വരുന്നു. ശരിക്കും ഇതൊരു ഡിവൈൻ സ്പാർക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് സോഡ്സ് സൂചിപ്പിക്കുന്നത് ഒരു മെന്റൽ ക്ലാരിറ്റി കൊണ്ടുവരുന്നു. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു. നിങ്ങൾ ജോലിയിലെല്ലാം തന്നെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരുന്നു. അതായത് ഒരു സ്ഥാപനം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബോസ് മോഡ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഡിസംബറിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഡിസിഷൻസ് അല്ല നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ലോജിക്കൽ ഡിസിഷൻസിനാണ് നിങ്ങൾ കരിയറിൽ മുൻതൂക്കം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും കരിയറിൽ എന്താണ് ആവശ്യം, എന്താണ് എൻ്റെ പ്രയോറിറ്റി, ഇതെല്ലാം നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിറ്റി നേടുന്ന ഒരു മാസമായിരിക്കും ഇത്. കരിയറിൽ ഓവറോൾ ഡിസംബർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഈസ് കമ്മിങ്. ഫിനാൻഷ്യൽ കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഓൾഡ് പ്രോബ്ലംസ് എല്ലാം തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു. ന്യൂ ഐഡിയാസ് എല്ലാം തന്നെ നിങ്ങൾ ബ്ലൂമിംഗ് എനർജിയിലേക്ക് കൊണ്ടുവരുന്നു. യെസ്, യു ആർ ടേക്കിംഗ് ലീഡർഷിപ്പ് ഓവർ യുവർ ഡിസിഷൻസ്. നിങ്ങളുടെ തീരുമാനത്തിന് ലീഡർഷിപ്പ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു. ഒരു പവർഫുൾ മന്ത് ആയിരിക്കും ഡിസംബർ നിങ്ങൾക്ക്. നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെല്ലാം ക്ലാരിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത്. അതിന് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 8 ഓഫ് സോഡ്സ്, 3 ഓഫ് വൺസ്, ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്. ഫസ്റ്റ് വന്നിരിക്കുന്ന 8 ഓഫ് സോഡ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു മെന്റൽ ട്രാപ്ഡ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഡിസംബർ ആദ്യം നിങ്ങൾ ആകെ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിൽക്കുന്നു. എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, എന്തോ ഒരു ബ്ലോക്ക്, എന്തോ ഒരു ആൻസർ കിട്ടാത്ത ഒരു കൺഫ്യൂഷൻ. ഈ ഒരു കണ്ടീഷനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഇതൊരു തുടർച്ചയല്ല, ഇതൊരു സ്റ്റാർട്ടിംഗ് ഫേസ് ആയിട്ട് നിങ്ങൾ കാണുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന 3 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെയാണ്. ദീർഘകാല വീക്ഷണത്തോട് കൂടിയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ബ്ലോക്ക് എനർജി എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ ഡിസ്റ്റൻസിലാണ് എങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങർ പോയിന്റിലേക്ക് പോകുന്നു. ഇനി നിങ്ങൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് എങ്കിൽ ആ ഒരു എനർജി ഒരു മൂവ്മെന്റിലേക്ക് വരാൻ പോകുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഏസ് ഓഫ് സോഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ക്ലാരിറ്റി, ഒരു സത്യം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ
ഒരു മേജർ ട്രൂത്ത് കോൺവെർസേഷൻ വരാൻ പോകുന്നു. അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ടോക്കിന് നിങ്ങൾ തയ്യാറാകുന്നു. ആ ഒരു സംഭാഷണത്തിലൂടെ തന്നെ ഈ ഒരു ബന്ധത്തിന് ഒരു ന്യൂ ക്ലാരിറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്ന ഉള്ളൊരു ഓപ്പൺ ടോക്കിന്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇതൊരു ബ്ലെസ്സിംഗ് കാർഡാണ്. എ ന്യൂ ബിഗിനിങ് ഗ്രൗണ്ടഡ് ഇൻ റിയാലിറ്റി. റിലേഷൻഷിപ്പിൽ ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടിനെ സൂചിപ്പിക്കുന്നു, ഒരു സ്റ്റേബിൾ പ്രപ്പോസലിനെ സൂചിപ്പിക്കുന്നു, ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് എനർജിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള ബന്ധത്തിന് ഒരു വാല്യൂ ഇല്ലായിരുന്നു എങ്കിൽ അതിനൊരു വാല്യൂ വരികയും അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് അതിന് ലഭിക്കുകയും ചെയ്യുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണിത്. അതായത് ഇരുളടഞ്ഞിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു ചെറിയ വെളിച്ചം അത് നിങ്ങൾ കണ്ടെത്തുന്നു. ആ ഒരു ചെറു വെളിച്ചം നിങ്ങളെ ഒരു പ്രകാശപൂരിതമായ വളരെ മനോഹരമായ ഒരു ലോകത്തിലേക്ക് നയിച്ചുകൊണ്ടു പോകുന്നു. ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഓവറാൾ എനർജി നോക്കുമ്പോൾ ഡിസംബർ ആദ്യം തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അവസ്ഥ, ഡിസംബർ ഒരു മിഡ് ടൈം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു. ഡിസംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റേബിൾ എനർജിയിലേക്ക് വരാൻ പോകുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്ന 2 കാർഡുകൾ എന്ന് പറയുന്നത് 2 ഏസസ് ആണ്. അത് ടുഗദർ ഒരുമിച്ച് വന്നിരിക്കുന്നു. വളരെ റെയർ ആയിട്ടുള്ള ഒരു പവർഫുൾ ബ്ലെസ്സിംഗ് നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ആ കാർഡുകൾ സൂചിപ്പിക്കുന്നു. പ്ലീസ് കമന്റ്. താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു റീഡിങ്ങിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം അല്ലെങ്കിൽ ഡിസംബറിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി കാർഡാണ്. ഒരു സക്സസ്, ഒരു വെൽത്ത് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കിങ് ഓഫ് പെന്റക്കിൾസ്. അതായത് ഈ ഒരു ഡിസംബറിൽ ഒരു ഗ്രാൻഡ് ഔട്ട്കം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇമോഷണലായും അതുപോലെ തന്നെ ഫിനാൻഷ്യലായും ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് പോകുന്നു. യു ബിക്കം ഇമോഷണലി സ്ട്രോങ്ങർ, ഫിനാൻഷ്യലി സേഫർ, മെന്റലി ക്ലിയറർ, ഡിസിഷൻ മേക്കർ, ഗ്രൗണ്ടഡ് ആൻഡ് കോൺഫിഡൻറ്റ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു ഒരു കിങ് എനർജിയിലേക്ക്. ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന കാർഡുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഡിസംബർ ഈസ് നോട്ട് ആൻ ഓർഡിനറി മന്ത് ഫോർ യു. ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു റീബർത്ത് മന്താണ്. കരിയറിലും റിലേഷൻഷിപ്പിലും എല്ലാം തന്നെ യൂണിവേഴ്സ് നിങ്ങളെ സ്ലോലി പുഷ് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റേബിൾ മോഡിലേക്ക്. നിങ്ങൾക്കൊരു സെക്യൂരിറ്റി നൽകുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൺഫ്യൂഷനും അരക്ഷിതാവസ്ഥയെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് നിങ്ങളെ അടിമുടി മാറ്റിക്കൊണ്ട് ഒരു പവർഫുൾ വേർഷൻ നിങ്ങളുടെ കൊണ്ടുവരാൻ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ദാറ്റ്സ് യുവർ ഡിസംബർ ക്രൗൺ. ഈ ഒരു വർഷ അവസാനത്തോടു കൂടി നിങ്ങൾ ഒരു കിങ് എനർജിയിലേക്ക് പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളെ കരയിച്ചവർക്ക് മുൻപിൽ, നിങ്ങളെ ചവിട്ടി താഴ്ത്തപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി എല്ലാം തന്നെ നിങ്ങൾ പൊട്ടിച്ചുകൊണ്ട്, ബന്ധനം വിച്ഛേദിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ എനർജിയായി അവർക്ക് മുൻപിൽ ഒരു കിങ് എനർജിയിൽ നിൽക്കുന്ന കാഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് താമസിയാതെ കാണിച്ചു തരും. അതെ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഡിവൈൻ ടൈമിൽ മാത്രമേ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മുൻപിൽ എത്തുകയുള്ളൂ. എനിക്ക് ഉറപ്പാണ് ഈ ഒരു റീഡിംഗ് കാണുന്ന ഒരു 99% ആളുകളും ഒരു സക്സസിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഹൈപ്പും കൂടി തരിക. അപ്പോൾ എല്ലാവരും റെഡിയായിരിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ തരുന്ന ആ ഒരു അനുഗ്രഹത്തിനായി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇവയിലെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിനായി ഒരു പേഴ്സണൽ റീഡ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ എനർജി മാത്രം വെച്ച് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. അപ്പോൾ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ നാളും അതുപോലെ തന്നെ പേരും കമൻറ്റ് ചെയ്യുക. അല്ല എങ്കിൽ ജനിച്ച മാസം കമൻറ്റ് ചെയ്താലും മതിയാകും. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും തന്നെ എൻ്റെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2025 ലാസ്റ്റ് നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും റെസണേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് സദാ ലഭിക്കുവാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.